ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ജിമ്മിൽ പോവാണ്. ഓൾറെഡി ഇവരെല്ലാം ലേറ്റ് ആണ്. ഞാൻ ഓൾവേസ് ടൈം ആണ്. ദീസ് ഗൈസ് ആർ വെരി ലേറ്റ് ഗൈസ്. അപ്പൊ ഇവര് പറഞ്ഞ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മള് എന്നും 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കും, 8:30 ആകുമ്പോ അവിടെ എത്തണമെന്ന് വിചാരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ എത്തുമ്പം 9:30 ഒക്കെ ആവും. ഞാന് ഈ 2 എണ്ണം ലേറ്റ് എപ്പോഴും. ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി. ഇരുട്ടിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അടുക്കുകയാണ് വെളിച്ചത്തിലേക്ക്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ അത് ഞാൻ മാനിപ്പുലേറ്റ് അത് ഞാൻ തിരിച്ചു പറഞ്ഞതാ. പറയണല്ലേ ഗൈസ്, അങ്ങനെ ഞങ്ങള് നടന്ന് പകുതി വരെ എത്തിയിരിക്കണം. എന്താ ഇത് കഴിഞ്ഞിട്ടില്ല. അങ്ങനൊന്നും കഴിയില്ല. ശരണ്യ, വൈ ആർ യു നോട്ട് റെസ്പോണ്ടിങ് ടു മൈ വ്ളോഗ്? ടാറ്റൊക്കെ കാണിച്ചിട്ട് മിണ്ടാൻ നടക്കണ്. നീ തന്നെ എടുത്തോ മുമ്പ്. കൊണ്ടുപോയിട്ട് നിന്റെ കാളവണ്ടി നടന്ന് ജമ്മലെത്തിയിരിക്കണം. ഫോർ ജിം പ്രൊമോഷൻ ആയിക്കോട്ടെ. ഫോർ ജിമ്മിന് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ അല്ലേ? എല്ലാരെയും പറ്റി നമുക്ക് 2 വാക്ക് സംസാരിക്കുന്നതാണ്. എല്ലാരും വർക്കൗട്ടിലാണ് ഗൈസ്. പിന്നെ ജിമ്മി പറഞ്ഞ ഡാൻസ് കളിക്കാൻ. ഞാൻ അവര് വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ എന്റെ ത്രെഡ്മിൽ വർക്കല്ല. എന്റെ ക്യൂട്ട്നെസ് അറിയില്ലല്ലേ ഇവിടെ എല്ലാരും കാണുന്നുണ്ട്. എന്റെ ക്യൂട്ട്നെസ് അറിയില്ലല്ലേ ഇവിടെ എല്ലാരും കാണുന്നുണ്ട്. ഇവിടെ ക്യാമറ ഇവിടാണ്, ഞാൻ നോക്കണം ഇവിടെ. രണ്ട് എക്സ്പ്രഷൻ കാണിക്കോ യൂട്യൂബിൽ ഇടാൻ. കേട്ടോ, കഷ്ടപ്പെട്ട് ഏറ്റവും കുറച്ച് വെയിറ്റ് എത്ര അടിക്കാവോ അത്രയും കുറച്ച് വെയിറ്റ് ഇട്ട് അടിക്കുന്ന ഷിഫ ഹമീദ് മലപ്പുറം. എക്സ്പ്രഷൻ കണ്ടതിന് 100-110. നമ്മുടെ ഏകദേശം കണ്ടോ, കൊച്ചിന്റെ ന്യൂ ഹെയർ കട്ടാണ് ഗൈസ്. മുടിയൊക്കെ വെട്ടി കളഞ്ഞിട്ട് നടക്കണേന്. ആഗ്രഹമല്ലേ കൊച്ചിന്റെ? ആഗ്രഹമല്ലേ കൊച്ചു ജീവിച്ചു പോട്ടെ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ജിമ്മിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയുണ്ട്. എത്ര മണിയായി? 11:10 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര മണിക്കാണ് കയറിയത്? 9 മണിക്കോ? ടൈമിലാണ് 9:30 അറൗണ്ട് കയറിയതാണ്. അപ്പൊ നമ്മളിതാ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കല്ല, ശരണ്യ മഹേശ്വരിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പതിയെ അങ്ങനെ നമ്മള് പർച്ചേസ് ഇതൊക്കെ അൺഹെൽത്തിയാണ്, നമ്മള് കഴിക്കാൻ പാടില്ല ലേഡി. അതെ, ഹെൽത്തി കുട്ടന്മാരാ. വേറെ കണ്ടാലും നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം എടുക്കണം, അത് നിർബന്ധ. നടന്ന് ഷിഫ അമ്മച്ചിമാര് നടക്കുന്ന പോലെ നടക്കാതെ നേരം. അതെന്തൊരു നടത്തായിരുന്നത്? ശരി, ഐ ലവ് യു. ഇഷ്ടപ്പെട്ടോ? ലവ് യു ടു പറയടി. 2 പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 പേരും എന്റെ ലവ്വ. എന്താ കണ്ണാടിയുടെ ആളാ? എന്തിനാണ് ശരണ്യ മഹേശ്വരി ഇത്രയും അശ്ലീലകരമായ വാക്കുകൾ പറയുന്നത്? ശരണ്യ മഹേശ്വരി ഈസ് പ്ലാനിങ് ടു ബൈ സ്പെക്സ്. ഇത് വെച്ചോടി. ബ്ലാക്ക് വേണോടി? ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് ഓൾറെഡി ഐ ഹാവ്. ടീച്ചർമാരെ പോലെ ഇരിക്കൂടി. അത് കുഴപ്പമില്ല, നീ ടീച്ചറാന്ന് പറഞ്ഞാൽ. കൊള്ളാടി, രസമുണ്ടല്ലോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ് ഫോർ യു, ഇറ്റ്സ് ഗുഡ്. ഇതുണ്ട് ഇവിടുത്തെ 6 ദിറംസിന്റെ കണ്ണാടിയാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും മെയിൻ ആണ്. ഇവിടുത്തെ 6 ദിറംസിന്റെ കണ്ണാടി.
കണ്ട, ഇതാണ് ശരണ മഹേശ്വരി ഓഫീസിന് പറ്റിയ ഔട്ട്ഫിറ്റിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന കണ്ണാടി. പിന്നെ ഞാനൊരു മെയിൻ ആയിട്ടൊരു കണ്ണാടി വെക്കാം ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇത് കൊള്ളാലേടി, നല്ല രസമുണ്ടാവും. കണ്ടില്ലേ സെറ്റപ്പ്, കൊള്ളാല്ലേ സെറ്റപ്പ്. ഇതെങ്ങനെയുണ്ട്? ഇതാണ് പുതിയ ഗ്ലാസ്, ഓഫീസ് ഔട്ട്ഫിറ്റ്. ലുക്കിംഗ് ഓസം ഫോർ മീ റൈറ്റ്? എന്ത് ചെയ്യാനാ, ഞാൻ വെരി വെരി പ്രിറ്റി ആയി. നമ്മക്കൂടെ കൊള്ളാൻ പറ്റുന്ന എന്ത് കണ്ണാടിയോ? നമ്മള് ഒരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ കണ്ണാടി മേടിച്ചില്ല, കാരണം നമ്മൾ മലയാളികളാണ്. ശിവന് പോകുമ്പോ Oh my god. Look at this cute little thing. ജിമ്മി പോയിട്ട് വന്നിട്ട് ശരണ്യ മഹേശ്വരി പറയുന്നു ഇതേലെ ഒരെണ്ണം 2 ദിർഹത്തിന് ഇന്നലെ കുടിച്ച സാധനം കുടിക്കുക. അതിന് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാന്ന്. ഈ സാധനം മേടിച്ച് കുടിച്ചിട്ട് ഇതിലെ കുപ്പി ഉപയോഗിക്കാന്ന് മണി പ്ലാന്റ് വെക്കാൻ. ഈ സാധനത്തിൽ നിന്ന് നമ്മൾ ടോയ് എടുക്കണേന്ന് കേട്ടോ. ആർക്കും അറിയാത്തത് കൊണ്ട് പറഞ്ഞു, ആർക്കും അറിയൂലായിരിക്കും അല്ലേ. എടി ഇതിനകത്ത് പൂച്ച കയറിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ നീ? ഇതിനകത്ത് ഒരു ദിവസം പൂച്ച കയറി ഇരിപ്പുണ്ടായിരുന്നു. പൂച്ച വിചാരിച്ച് 1 രൂപ പോലും ഇട്ട് എന്നെ കൂടെ എടുക്കട്ടെ. നമ്മള് റീചാർജ് ചെയ്യാൻ പോവാണ്. വിച്ച് വൺ യുവർ എത്തിസലാത്ത് റൈറ്റ്? എത്തിസലാത്ത് പ്രീപെയ്ഡ് റീചാർജ്. ഫോൺ നമ്പർ അയ്യോ വേണ്ട, ഫോൺ നമ്പർ ആരും കാണും ഇതിലൊക്കെ. ഞാൻ ഓണാക്കാതാ പറഞ്ഞ, നിങ്ങൾ എല്ലാം കണ്ടോ? ക്യാഷ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണായിരിക്കും. വരും നൂത്ത് വെച്ച് ഇടണം ഗൈസ്, അല്ലെങ്കിൽ ഇത് കേറൂല. ഇതിനൊക്കെ ഒരു വശങ്ങളുണ്ടല്ലേടി, അതിൻ്റെതായ ഒരു നാക്കിന് ചെയ്താലേ ഇതൊക്കെ റെഡി ആവുള്ളൂ. നാക്ക് റെഡി ആയി. അതെന്താണ് ശരണ്യ മഹേശ്വരിക്ക് നാക്കറിയില്ല, അതാണ്. ഓല കൈവളയും കൊണ്ട് ഒരെണ്ണം സൈഡിൽ കൂടെ നടപ്പുണ്ട്. അവിടെ ഇനി ഏതെങ്കിലും ഓലക്കൈവള വളയ്ക്കാൻ ഇത് വേറെ ലെവലാണ്. അത് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടായാലും റീചാർജ് ഒരു ആരും കേട്ടിട്ട് തെറ്റാന്നൊന്നും പറയില്ല. നമ്മളിപ്പം ഈവൻ കാല് തട്ടിയാൽ പോലും നമുക്കത് പറയാം. പക്ഷെ ഇപ്പൊ ഇത് തട്ടിക്കൊണ്ടിരിക്കണോണ്ടാണ് ഞാനിത് പറഞ്ഞത്. സക്സസ്ഫുൾ. എന്റെ ടിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് ആയില്ലേ? ശിവ നീ ഞെട്ടിയോ? നീ പ്രതീക്ഷിച്ചോ? അത് എന്നാലില്ലായി ചൊല്ലിയപ്പോ ഞാനൊരു നെട്ട്. എന്ത് നല്ലത് നടന്നാലും നമുക്ക് അല്ല ചീത്ത നടന്നാലും പറയാം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ നല്ലത് എന്ന് ഉദ്ദേശിച്ചത് മീൻസ് അങ്ങനെയല്ല, അത് തിരിഞ്ഞു പോയതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ കാല് തട്ടിയാൽ പോലും നമുക്കൊന്ന് ഹേർട്ട് ആയാൽ പോലും നമുക്കത് പറയാമെന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ കളഞ്ഞു പോകില്ലേ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും. അല്ലാണ്ട് ഞങ്ങളെ മോട്ടറാക്കണക്കായത്. ജിമ്മ് കഴിഞ്ഞ് വരുമ്പം ഞങ്ങള് ഷവർമ്മ തിന്നെ മോട്ടറാക്കണക്കാണത്. വേണ്ടേ ഷവർമ്മ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ചായന്ന് പറയണ്ടാവൻ. വീടില്ല മോനെ, വീടില്ല, ഡയറ്റാ. എനിക്ക് നീ കട്ട് ചെയ്ത് തന്നാ മതി, ഞാൻ എന്റെ ഒഴിച്ചിട്ടോളാം. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഓക്കേ, എവിടെ പോവാ രണ്ടും കൂടെ? കടയിലൊക്കെ നോക്കി വായി കീറിയൊക്കെ പോവാ ചായ കുടിക്കാൻ. ഇവരാണ് എന്നെ നശിപ്പിക്കണത്. വൈബടിക്കണത് ടേസ്റ്റി ക്ലബിന്റെ ഈ സ്ഥലത്താണ് വൈബടിക്കണത്. തണുപ്പ് സമയത്തൊക്കെ നൈസാ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നാലേ നിന്നെയൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. നേരെ ബ്ലോഗ് അതൊക്കെ എടുത്തവനി നിന്റെ ഒരു പെർമിഷൻ കൊടുക്കാം. ഇവിടെ മിന്റ് ഇട്ടാ ഇത് ഭയങ്കരമായിട്ട് കടുപ്പായിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കണ്ടോളെ വിത്തൗട്ട് ഷുഗർ ആയത് ഇപ്പൊ സീനായിരിക്കും. നമ്മുടെ സുലൈമാനിയും ഫ്രഷ് മിൽക്കും വന്നിട്ടുണ്ട്.
മൈ വിത്തൗട്ട് ഷുഗർ സുലൈമാനി ഈസ് ദിസ് ലെസ് ഷുഗർ ഷുഗർ. അത് പിന്നെ നോർമൽ. മിക്സ് ചെയ്താലോ? ഇത് മധുരം ഒട്ടും ഇല്ലാത്തോണ്ട് കയ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ മധുരമൊക്കെ ഉണ്ട്. അങ്ങനെയല്ലേ? പക്ഷെ എന്തോ ഇതിനടുത്ത് നമുക്ക് ഭയങ്കര എടി ആ ഒരു ഇതിന്റെ കാര്യമല്ല അവള് പറഞ്ഞത്, ആ ഒരു വൈനിന്റെ കുടിക്കണ ആളുകളിലാണ് രസം. മറ്റേ റീൽസ് കണ്ടിട്ടില്ലേ നീ അങ്ങനെ ഇങ്ങോട്ട് നോക്കി കളഞ്ഞത്? ഞാൻ ഇവള് എടുക്കുന്നത് ഓക്കെ, പക്ഷെ ഞാൻ കുനിഞ്ഞു നിക്കുന്ന നീ അത് എന്റെ തെറ്റാണ് ഗൈസ്. നിങ്ങൾ അത് എന്റെ തെറ്റാണ്. അത് എടുക്കുന്ന നീ നിനക്കറിയാ പറ്റില്ല. സോറി ഗൈസ്, ഐ കാണ്ട്. യു കാൻഡ് ഐ സ്റ്റോപ്പ് ദിസ്. ഇങ്ങനെയാണ് കള കേട്ടോ. നമ്മുടെ വ്ലോഗ് കാരണം ഫോൺ ഫുള്ളായി കാണും. ഞാൻ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തത്. ശരണ്യ മഹേഷ്, ആർ യു ഹാപ്പി നൗ ബിക്കോസ് ഓഫ് ദ ചായ കുടിക്കൽ? അറിയൂ ഓക്കെ, ഹാപ്പി ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നെ ഇതൊരു മണ്ട പോയ കിളിയാ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. മണ്ട പോയ കിളി എന്നല്ല പറയേണ്ടത്, മണ്ട പോയ തെങ്ങ്. അതാണ് കറക്റ്റ്. മണ്ട പോയ വാഴ. നേരെ ഇരിക്കട്ടെ. കഷ്ടവും കേട്ടോ, നമ്മളങ്ങ് സഹിക്കുന്നേ ഉള്ളൂ. അഭിനയമാ, എന്നെ പറയണം, ഞാനത് കേക്കണം. അതിന്റെ എന്തടി ക്ലീശ സാധനങ്ങളൊക്കെ എങ്ങനെ പറ്റണ്? നമുക്കൊന്ന് കാണിച്ചു. ഇവളങ്ങ് ഓവർ ആക്ഷൻ ആണ്. 10 പൈസക്ക് അഭിനയിക്കാൻ പറയുമ്പോ 10 പൈസക്ക് അഭിനയിച്ചാൽ മതി. 100 പൈസക്ക് അഭിനയിക്കുന്ന കാര്യമാണ്. പറയാൻ വയ്ക്കോ? അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഡോഡോ ഇങ്ങോട്ട് വാ. എന്റെ എന്താ ലാസ്റ്റിലത്തെ സാധനം തെറ്റിക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഗുഡ് നൈറ്റ്.